ഹലോ ഗെയ്സ്, ഫാമിലി ബ്ലോഗിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ചൂരമീൻ ആയാലോ, മുളക് കറി വെച്ചാലോ? അപ്പം നമുക്കതിന് വേണ്ടുന്ന സാധനങ്ങൾ: കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കറിച്ചട്ടി ചൂടാക്കാം. കറിച്ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്ത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് കുറേശ്ശായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടുത്തതായി കടുക് ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ചൂരമീൻ വെക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പം അടുത്തതായിട്ട് നമുക്ക് അതിനകത്ത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. ഇത്തിരി കറിവേപ്പിലയും കൂടെ തണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ ഇത്രയും പച്ചച്ചവയെല്ലാം ഒന്ന് മാറുന്നിടം വരെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഇത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച വടക്കംപുളി ഒന്ന് ചൂടുവെള്ളത്തിൽ വേവിച്ച് വയ്ക്കാം. അത് നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല പുളിയും നല്ല ഇതൊക്കെ കിട്ടും, കൊഴുപ്പും കിട്ടാൻ നല്ലതാണ് വടക്കംപുളി. അങ്ങനെ ഇത് എന്നിട്ട് കൊച്ചുള്ളി നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുത്ത് കൊച്ചുള്ളിയുടെ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. കൊച്ചുള്ളി എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പം കൊച്ചുള്ളി ഒന്ന് വഴണ്ട് വരുന്ന സമയം നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അതൊന്ന് ഉള്ളി നല്ല രീതിയിലൊന്ന് ഗോൾഡ് കളറാവുന്നിടം വരെ ഒന്ന് വഴറ്റി വരാൻ വേണ്ടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എപ്പോഴും. ഉള്ളി പെട്ടെന്ന് ആവുകയും ചെയ്യും. ആ സമയം അത്രയും ഒന്ന് വരളുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയെല്ലാം നമ്മൾ നന്നായി റെഡി ആയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമ്മൾ പൊടികളെല്ലാം ഒന്ന് കുഴച്ച് വെച്ചു. അപ്പം നമ്മൾ ഇതിന് വേണ്ടുന്ന പൊടിയെന്ന് വെച്ചാൽ മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, ഉലുവാപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/4 സ്പൂൺ. ഇത്രയും സാധനങ്ങൾ നമ്മളൊരു ചൂടുവെള്ളത്തിൽ കുഴച്ച് പേസ്റ്റാക്കി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളിയുടെയും പച്ചച്ചവ മാറുന്നിടം വരെ എണ്ണയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം, നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴണ്ടെന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്ബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ തന്ന് കമൻസൊക്കെ തരണേ. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ ഈ ഫാമിലി ബ്ലോഗിലേക്ക്. എന്നിട്ട് നമ്മൾ പൊടികളെല്ലാം കുഴച്ച് വെച്ച പൊടികളെല്ലാം നമുക്ക് ഈ വഴറ്റി വെച്ച എണ്ണയിലോട്ട് ചേർക്കാം. എല്ലാം ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായി ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. എണ്ണയിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. മുളക് പൊടി കുഴച്ചതെല്ലാം കൂടെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തവി വെച്ച് ഇളക്കിയെടുക്കാം. അപ്പം നല്ല രീതിയിലൊന്നും കൂടെ അത് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. എന്നിട്ട് നമ്മൾ ആ മുളക് കുഴച്ച് വെച്ചതിനകത്ത് ഇച്ചിരി അത് കഴുകിയ വെള്ളം, മുളക് പൊടി പറ്റിയിരിക്കുന്ന എല്ലാം കൂടെ കഴുകി വെച്ച ആ വെള്ളവും കൂടെ അതിനകത്തേക്ക് ചേർത്ത് നമുക്ക് ഒന്നും കൂടെ നല്ല രീതിയിൽ ആ ഒരു ഗ്രേവി ഒന്ന് ജസ്റ്റ് പറ്റുന്നിടം നേരെ ഒന്ന് ഇളക്കിയെടുക്കാം. അത് പറ്റി വന്നിട്ട് അതിനകത്ത് വെള്ളം ചേർക്കുമ്പോഴാണ് കറിക്ക് ഒത്തിരിയും കൂടെ കൊഴുപ്പും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ എണ്ണയിൽ കിടന്ന് വഴറ്റി ഒന്ന് പറ്റി വരണം. ഇങ്ങനെ നമ്മൾ മുളക് കറി വെച്ചാൽ മുളക് കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും, അത്യാവശ്യം ടേസ്റ്റും ഉണ്ടാവും ഒക്കെയാണ്. അപ്പം നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ എടുക്കാം. നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴാണ് ഉപ്പ് ചേർത്തത്.
അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. ഞാൻ എൻ്റെ ഒരു കൈ അളവിനെ എപ്പോഴും ഉപ്പിടുന്നത്, അത് കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപ്പ് അടുത്തത് ചേർത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കി വെച്ചിട്ട് നമ്മൾ ഈ വടക്കംപുളി വേവിച്ച് വെച്ചിട്ടില്ലേ, അത് അതിനകത്തേക്ക് ചേർക്കാം. അത് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും നമുക്ക് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പുളിവെള്ളം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് നല്ല ഒന്ന് കുറുക് രൂപത്തിലേക്കായി വരും. ആ സമയത്ത് നമ്മൾ ഇച്ചിരി തിളപ്പിച്ചാറിയ വെള്ളമാണ് എപ്പോഴും മീൻകറി ചേർക്കേണ്ടത്. കുറച്ച് അത്യാവശ്യം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടുന്നത് ആ രീതിയിലേക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് മീൻ അതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് വാരിയിടാം. നമുക്കെല്ലാം ഉണ്ട്, അതിൻ്റെ തലയും ഭാഗവും എല്ലാ ഭാഗങ്ങളും ഉണ്ട്. ചൂരമീനല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കിയ എല്ലാ ഭാഗങ്ങളും നമുക്ക് അതിനകത്തേക്ക് വാരിയിടാം. എന്നിട്ട് നമുക്ക് തവി കൊണ്ട് എല്ലാം അടുത്ത് കറി എത്തുന്നിടം വരെ ഒന്ന് ഫസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടും ആക്കാം. പിന്നെ നമ്മൾ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഇട്ട് ഇളക്കാൻ നിൽക്കരുത്. അപ്പം നമുക്ക് ഇത് കണക്കൊന്ന് ആക്കി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി കറിവേപ്പിലയുടെ 2 തണ്ട് അതിനകത്ത് വയ്ക്കാം. എന്നിട്ട് അടച്ച് വെച്ച് നല്ല തിള വരുന്നിടം വരെ ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. മീനെല്ലാം ഒന്ന് വേവണമല്ലോ, ജസ്റ്റ് അതുവരെ ഒന്ന് തിള വരുന്ന വേവട്ടെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോഴത്തേനും മീൻകറി നല്ല തിള വന്ന് നല്ല സെറ്റായി വരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ കറക്റ്റ് പരുവത്തിനുണ്ട്. അപ്പോൾ കറിയൊക്കെ നല്ല സെറ്റായി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ.